യുദ്ധനിയമങ്ങൾ പാലിച്ച് യുദ്ധം ചെയ്ത് ഞാൻ തളർന്നിരിക്കുകയാണ്. സമാന്തര ശ്രേണിയിലുള്ള ശത്രുക്കളുടെ യുദ്ധമാണെന്ന് വിശ്വസിച്ച് മനസ്സ് മടുത്തിരിക്കുന്നു. കുംഭകർണനെ ഉണർത്താനുള്ള സമയമായിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയാണോ എന്നെ ഉറക്കത്തിൽ ഉണർത്തിയത്? നിങ്ങളിൽ ഒരാൾ പോലും എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറല്ലേ? ബാലന്മാരെല്ലാം ഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുകയാണല്ലോ ജ്യേഷ്ഠൻ. എല്ലാവരും ഇല്ല ലക്ഷ്മൺ. അതാണ് നമ്മുടെ ഹനുമാൻ. നിന്റെ ശിരസ് ഛേദിച്ച് എന്റെ ജ്യേഷ്ഠന്റെ മുന്നിൽ സമർപ്പിക്കും ഞാൻ. ഇത്രയും തരം താഴ്ന്ന ഒരു ഭീഷണിയോ? കുറെ കാലം ഉറങ്ങിക്കിടന്നതിന്റെ കുഴപ്പമായിരിക്കുമെന്ന് തോന്നുന്നു. അവനെ തോൽപ്പിക്കാൻ അസാധ്യമെന്നാണോ? കഠിനം തന്നെയായിരിക്കും. ജാമ്പവൻ അമ്മാവൻ എന്നോട് പറഞ്ഞിരുന്നു, മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണം. രാമ, രാമ, ഇന്ന് മനോഭൂമിയിലും രണഭൂമിയിലും നമുക്ക് യുദ്ധം ചെയ്യേണ്ടതായി വരും ഹനുമാൻ. ഹനുമാൻ അവൻ തന്റെ ഉള്ളിൽ നിദ്രയിലായിരുന്ന സർവശക്തനായ യോദ്ധാവിനെ ഉണർത്തിയിരിക്കുകയാണ്. അങ്ങനെ അവനിപ്പോ ഒരു ശക്തി സ്രോതസ്സായിരിക്കുന്നു. നീ ഒരു സമർത്ഥൻ തന്നെയാണ്. ജയ് ശ്രീറാം. തിരിച്ചു പോയിക്കോളൂ. രാജകുമാരി സീതാദേവിയെ കൂട്ടാതെയോ? ഒരിക്കലും ഉണ്ടാവില്ല.